എല്ലാരും എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? പെൺകൂട്ടർ ഇപ്പൊ ഇങ്ങ എത്തും. ഇപ്പോഴും ഭാമേ 10 മണി ആയില്ലല്ലോ. അവര് 11 മണിക്കല്ലേ വരുമെന്ന് പറഞ്ഞതോ? 11 മണിക്ക് രാഹുകാലം തുടങ്ങില്ലേ? അക്കാര്യം അവരോർത്തില്ല. അത് ഞാനും. പിന്നെ സംസാരിച്ചപ്പോ 2 കൂട്ടർക്കും അസൗകര്യമൊന്നുമില്ല. അയ്യോ, കുഞ്ഞീച്ചയോട് പറഞ്ഞിരിക്കുന്നത് 11 മണിയെന്നാണല്ലോ. അപ്പൊ കുഞ്ഞീച്ച എത്തുന്നതിന് മുന്നേ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുവോ? സത്യമേ, അതെങ്ങനെ ശരിയാവും? 11 മണിക്ക് വരുമെന്ന് പറഞ്ഞൊരു 10 മണിക്ക് വന്നാ അതിനെന്താടി? നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് മോളെന്താ ആലോചിക്കുന്നേ? ആന്റി ഇപ്പൊ വരില്ലേ സത്യമേ? പിന്നെ അല്ലാതെ ഇപ്പൊ വരും. ഏട്ടത്തമ്മയോട് സംസാരിച്ചിരുന്ന സ്ത്രീകളൊക്കെ എവിടെ പോയി? ഈ ആശാൻ എന്താ? മാഡം, ടൈം 9:45. മീറ്റിംഗ് ഒരു 10 മിനിറ്റ് മുൻപേ തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇറ്റ്സ് ഓക്കെ, കണക്ട് ചെയ്തോളൂ. ഓക്കെ മാഡം. ആ, വെയിലുണ്ട്. ഗുഡ് മോർണിംഗ് സർ. കുഞ്ഞീച്ച എന്തോ ഫോൺ എടുക്കാത്ത?
നമ്മുടെ ജില്ലയിലെ ഡേറ്റാസ് എല്ലാം റെഡിയാണ് സർ. ഈശ്വര, പെണ്ണ് കാണാൻ ചടങ്ങിന്റെ സമയം 11 മണി എന്നുള്ളത് 10 മണിയാക്കിയ കാര്യം കുഞ്ഞേച്ചി എങ്ങനെ അറിയിക്കും? സർ, ഹൈലി റിസ്ക്കുള്ള പ്രദേശങ്ങളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് 21 സ്ഥലങ്ങളാണ്. ജിയോളജി ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് വിഭാഗം നടത്തിയ പഠനമാണത്. പറയൂ സർ. ശ്ശേ, ശ്ശോ, ഒന്നിങ്ങോട്ട് ഇറങ്ങടി. സ്ഥലം എത്തിയോ? നിന്നോടാ പറഞ്ഞു ഒന്നിങ്ങോട്ട് ഇറങ്ങാൻ. സമാധാനായിട്ടൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. വരാം. എടിയൊന്ന് നേരെ നിൽക്കരുത്. അല്ലേ? മോളെ പ്ലീസ്. കുഴപ്പമില്ല സാറേ, കൂടുതൽ കുടിച്ചാൽ ഇങ്ങനെ വരാറുള്ളതാ. രാവിലെ എഴുന്നേറ്റ് ശകലം കുടിച്ചാൽ ഇതങ്ങ് മാറും. നല്ല എക്സ്പീരിയൻസ് ആണല്ലോ അയാൾക്ക്. തന്റെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ ഓരോന്ന് ഒഴിക്കടോ. നമുക്കിവിടെ വട്ട വരുന്ന ഓരോന്ന് വീശാം. എടി, ഇത് നിന്റെ പെണ്ണ് കണ്ടാൽ ചടങ്ങാ. ആ, പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. ആ, അവരുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കുടിക്കാം. ഈ വീട് ഇനി എത്ര കുടിച്ച് കിടക്കാനുള്ളതാ? എന്തായാലും ഒരു ഗംഭീര തുടക്കം ആയിക്കോട്ടെ. ടീ മോളെ, ഇവിടെ ഇനി എന്തു സംഭവിക്കുമോ എന്തോ. സത്യാമ്മ എന്നെ കുഴി വെട്ടി മൂടാതിരുന്നാ മതിയായിരുന്നു. ഹായ് മൊട്ടാസ്. എന്തൊരു ജമ്മാണോ ഇത്. പേടിക്കണ്ട, കടിക്കത്തില്ല. പോ പോ. ഹായ് എവരിബഡി. ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ?
ഞാൻ മധുശ്രീയാ, മധുശ്രീ. അതെ, തികച്ചും അപ്രതീക്ഷിതമൊന്നും അല്ലല്ലോ എന്റെ ഈ വരവ്. ഒരർത്ഥത്തിൽ എന്നെ പ്രതീക്ഷിച്ചല്ലേ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നേ. നമുക്കിവിടെ ഇന്നൊരു ചടങ്ങ് നടത്താനുള്ളതല്ലേ, ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. ഇതിപ്പോ പെണ്ണ് കാണൽ എന്നല്ല, ആണ് കാണൽ ചടങ്ങെന്ന് വേണം പറയാൻ. കാരണം ഞങ്ങൾ ഇങ്ങോട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്തിനാ? ഈ വീടും പരിസരവും ഒക്കെ മധുശ്രീക്ക് ജീവിക്കാൻ പറ്റിയതാണോ എന്ന് നോക്കാൻ. പിന്നെ ഇവിടെയുള്ള പയ്യൻ, എന്താ കക്ഷിയുടെ പേര്? വിഷ്ണു. കക്ഷിയെ എനിക്ക് പറ്റുമോ എന്നൊന്ന് നോക്കണം. If I am not wrong, you are Mr. Raghavan Nair, right? ഞാൻ വിചാരിച്ചതിനേക്കാളും ചെറുപ്പാണ് കേട്ടോ നിങ്ങള്. സ്മാർട്ട് ആൻഡ് യങ് ലുക്കിംഗ്. You are Rohit. ഇനി ഇതാണ് പ്രധാന കക്ഷി, പത്മിനി എന്ന പപ്പിക്കുട്ടി. ഈ കക്ഷിയല്ലേ വിജയേട്ടാ കഴിഞ്ഞ തവണ നിങ്ങൾ കൊണ്ടുവന്ന കല്യാണാലോചന മുടക്കിയത്? ഞാനങ്ങനെ ഒന്നും. താൻ പറഞ്ഞു വിജയകുമാറെ, പറഞ്ഞു. എന്തിനാ കള്ളം പറയുന്നത്? അങ്ങനെ കള്ളം പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ വിജയകുമാർ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ പരിചയമില്ലാത്ത 2 കഥാപാത്രങ്ങൾ. ഇതാണ് ഹിസ് ഹൈനസ് ശിവൻകുട്ടി, കളരിക്കൽ ഗ്രൂപ്പിന്റെ MD ആണെന്നൊക്കെ പറയും. പക്ഷേ മധുശ്രീയുടെ അച്ഛനെന്ന് പറഞ്ഞു പരിചയപ്പെടുത്താനാ എനിക്കിഷ്ടം. ഈ നിൽക്കുന്നത് എന്റെ അമ്മ കനകലത. പ്രത്യേകിച്ച് അങ്ങനെ അഡ്രസ് ഒന്നുമില്ല. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം, കളരിക്കൽ ഗ്രൂപ്പ് MD ശിവൻകുട്ടി സാറിന്റെ ഭാര്യ. ഒരു ലേബലില് പൊട്ടിയടിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ചുമ്മാ അങ്ങനെ നടക്കുന്നതേ ഉള്ളൂ, ഒരു കാര്യമില്ല. പോട്ടമ്മേ, ഒരു സത്യം പറഞ്ഞതല്ലേ ഉള്ളൂ. ഇരിക്കുന്നേ. എന്റെ പിതാശ്രീ, നമ്മളെ ക്ഷണിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. വി ആർ സ്പെഷ്യൽ ഗസ്റ്റ്. എല്ലാവരെയും പരിചയപ്പെടുകയും പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തില്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ?
ക്ഷമിക്കണം സത്യാമ്മേ. ഭാമേ ഇറങ്ങി പാമ്പ്ര ഈ അഹങ്കാരിയോട്. ഇല്ല രാഘവേട്ട, ഇവളാ ഈ വീടിന്റെ മരുമകള്. സത്യഭാമയുടെ കാലശേഷം ഈ വീടിന്റെ ഉമ്മറത്തിരുന്ന് നാട് ഭരിക്കേണ്ടവൾ. ഇവളെ പോലെ ഒരുത്തിയ ഞാൻ ഇത്രയും നാൾ തേടി നടന്നത്. ഭാമേ രാഘവേട്ട, പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. മനസ്സിലുള്ളത് തുറന്നു പ്രകടിപ്പിക്കണം. ഓരോ ആൾക്കാരെയും അറിഞ്ഞു പെരുമാറണം. അതിനുള്ള വിവേചന ശക്തി ഉണ്ടാവണം. അധികാരത്തോടെ ആത്മാഭിമാനത്തോടെ ഇടപെടണം. മോളിരിക്കേ. അയ്യോ വേണ്ട സത്യാമ്മേ. സത്യാമ്മ ഉള്ളപ്പോ സത്യാമ്മ തന്നെ ചേർന്നിരിക്കേണ്ടത്. ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. എന്നാലും മോളല്ലേ ഇവിടെ ഇരുന്നത്. ഇരിക്കെ. സാരമില്ല, സത്യാമ്മ ഇവിടെ ഇരിക്കെ. സത്യാമ്മ തന്നെ അവിടെ ഇരിക്കേണ്ടത്. ഈ മധുശ്രീക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം. സത്യാമ്മയ്ക്ക് ഇപ്പൊ മാത്രമാണ് എന്നെ പരിചയമെങ്കിലും പണ്ട് മുതൽക്കേ എന്റെ മനസ്സിലൊരു പൂജ ബിംബമായിരുന്നു സത്യാമ്മ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എല്ലാരും ചോദിക്കും ആരാകാനാ ആഗ്രഹമെന്ന്. കൂട്ടുകാരികളൊക്കെ പറയും ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? എനിക്ക് സത്യാമ്മ ആയാൽ മതിയെന്നാ. അതെ സത്യമ്മേ, സത്യ. നിങ്ങളൊക്കെ എന്താ വന്ന കാലം നിൽക്കുന്നത്? അങ്ങോട്ട് ഇരിക്കേ. ഇരിക്കേ. നിങ്ങൾക്ക് കുടിക്കാനായിട്ട് ശ്യാമേ, ശ്യാമേ. ആ സത്യമേ, നീ അവിടുന്ന് ചായയും പലഹാരമൊക്കെ എടുത്തോണ്ട് വാ. സത്യമേ, ദേ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ സത്യാമ്മേ, ചായയോ സ്നാക്സോ മറ്റോ ആണെങ്കിൽ വേണ്ട കേട്ടോ. ഈ ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നവരെ പച്ച വെള്ളം തൊടുകയില്ലെന്നുള്ളത് ഞങ്ങളുടെ ഒരു വ്രതമാണ്. ആ ഞങ്ങളുടെ അല്ല കേട്ടോ, ദേ അവളുടെയാ. ഓ അങ്ങനെയാണോ? ശ്യാമേ, ശ്യാമേ. സത്യമേ, ഒന്നും വേണ്ട, നീങ്ങ് വന്നാ മതി. ശരി സത്യമേ. മോളിരിക്കേ. ഇരിക്കും മോളെ.